ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ത്രിണികാമറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ 0 to 6 month ഉള്ള ബേബീസിന് ഞങ്ങൾ യൂസ് ചെയ്ത, അതായത് ഞങ്ങളുടെ ഏഞ്ചൽ വാവ 0 to 6 month ആയിരുന്ന ടൈമിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി യൂസ് ചെയ്ത സാധനവും പ്ലസ് ഞങ്ങളുടെ കുറച്ച് റിവ്യൂ ആൻഡ് ഞങ്ങളുടെ കുറച്ച് ഒപ്പീനിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഒരു പുതിയൊരു ന്യൂ മദറിന് ആവുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം കുട്ടികൾക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പ്ലസ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും പിന്നെ കുറച്ച് പുതിയതായിട്ട് കിട്ടിയ കുറച്ച് അറിവുകള് അങ്ങനെയുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ന്യൂ ബോൺ തൊട്ടനങ്ങും തുടങ്ങാം കേട്ടോ. അപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് പറയുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഞങ്ങൾ പറഞ്ഞത് മിക്ക കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് കുട്ടിയുടുപ്പുകൾ, ബേബീസിന്റെ അങ്ങനത്തുള്ള ഐറ്റം. പിന്നെ റോംബർ മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു ന്യൂ ബോൺ ആയിരിക്കും യൂസ് ചെയ്യുന്ന അത്രയും നല്ലതായിരിക്കും. നമ്മള് സോക്സും കയ്യിലിടുന്ന ഒറയും മിറ്റൻസ് എല്ലാം ഇടുമ്പോഴത്തേക്കും ബൂട്ടീസ് മിറ്റൻസ് ആ സാധനമൊക്കെ ഇടുമ്പോൾ കുഞ്ഞിന് ഒരു ചെറിയ പോർഷനെങ്കിലും കയ്യിൽ ഇങ്ങനെ കാണാൻ പറ്റും. കൊതുകിന്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് ഒത്തിരി അതിനേക്കാളും കംഫർട്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, റോംബർ ആയിരിക്കും. അത് മൊത്തത്തിൽ കവേർഡ് ആയിട്ടുള്ള റോംബർ കിട്ടുമല്ലോ, ഹെഡ് ഉൾപ്പെടെ കവർ ചെയ്യുന്നത്, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. പിന്നെ നമ്മള് മാക്സിമം കയ്യിലൊക്കെ അത് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ന്യൂ ബോൺ ആയിരിക്കുന്ന സമയത്ത് കൂടുതലും ഫേസിലോട്ടായിരിക്കും അവർ കൈകൾ കൊണ്ടുപോകുന്നത്. ഏഞ്ചലൊക്കെ എപ്പോഴും ഏഞ്ചലിന്റെ ഫേസിലായിരുന്നു ഏഞ്ചലിന്റെ കൈ ന്യൂ ബോൺ ആയിരുന്ന. പിന്നെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഈ റോംബേഴ്സില് കയ്യില് മറയ്ക്കാനായിട്ട് കുറച്ച് പോഷൻ വരും. അത് നമ്മളിങ്ങനെ വേണം. ഞാൻ ഒരു ഡ്രസ്സ് ഇപ്പൊ ഏഞ്ചൽ ഭാവ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അങ്ങനത്തുള്ളതാണ്, പക്ഷെ ആളെ ഉണർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാൻ കാണിച്ച ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം, ഈ ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ കാണിക്കാം. അപ്പം അത് ചില ടൈപ്പ് ഡ്രസ്സിനകത്ത് ഒരു ചെറിയൊരു പോർഷൻ കൈ മറയ്ക്കാൻ വേണ്ടിട്ട് അവര് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഒട്ടുമിക്കവർക്ക് അറിയത്തില്ല. അതിങ്ങനെ പിടിച്ച് മറച്ചിടുന്ന സാധനമാണ്, നമ്മൾ കൈയോട് കവർ ചെയ്തിടുന്ന സാധനമാണ്. അത് ചിലർ വിചാരിക്കും അത് ഡ്രസ്സിന്റെ മോഡലാണെന്ന് പറഞ്ഞിരിക്കും. സത്യം അത് മോഡലല്ല, അത് ജസ്റ്റ് നമുക്ക് കൈ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം വിരലെല്ലാം കൂടെ കവേർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അത് റോംബറിനകത്ത് മാത്രമല്ലാതെ ഫുൾ കൈയുള്ള ഡ്രസ്സിനകത്ത് കാണാം. ആ ടൈപ്പ് ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും നല്ലത് റോംബർ തന്നെയാണ്, വീട്ടിൽ ഇരിക്കുമ്പോഴാണെങ്കിലും റോംബറാണ്. പിന്നെ ന്യൂ ബോൺ ആയതുകൊണ്ട് തന്നെ അവര് ചുമ്മാ മോശം പോവാനും യൂറിൻ പോവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം റോംബർ ഇട്ടിരുന്നാൽ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ രാത്രി മാക്സിമം റോംബർ ഇട്ടിട്ട് തന്നെ കിടത്താൻ നോക്കാം. കാരണം പിള്ളേരില്ല, അവർക്ക് പറയാൻ അറിയത്തില്ലല്ലോ കൊതുക് കടിച്ചാലൊന്നും ചെയ്താലും. അതുകൊണ്ട് നെറ്റ് വെള്ളം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെ നെറ്റ് ബെഡോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഞങ്ങള് ഏഞ്ചലിന് നെറ്റ് ബെഡ് ആയിരുന്നു ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയൊന്നുമില്ല, ആള് അതിന് കംഫർട്ടായിരുന്നു. പിന്നെ ആളിത്തിരി കമരാനും ചരിയാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് നെറ്റിന്റെ അങ്ങറ്റത്തോട്ടൊക്കെ പോയി കിടക്കുകയും നെറ്റിനകത്ത് കിടന്ന് ഡിസ്കോ ഡാൻസ് ആടുകയൊക്കെ ചെയ്യും. ഇതിൽ ന്യൂ ബോൺ ആയിരുന്ന സമയത്ത് എന്നെ ചരിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് അതൊരു 1 മാസത്തോളം ഞങ്ങള് നെറ്റ് ബെഡൊക്കെ യൂസ് ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ ബെഡിൽ തന്നെ കിടത്തുകയാണ് ചെയ്തത്. കാരണം ആള് ചരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മാക്സിമം നേരെ കിടത്ത, ചരിഞ്ഞ് കിടക്കുമ്പോഴാണ് നേരെ കിടത്ത് പിന്നെ ആള് നേരെ തന്നെ കിടക്കാൻ തുടങ്ങി കേട്ടോ. അത് ഞാൻ ഏതൊരു വീഡിയോ കണ്ടു, പിള്ളേര് നേരെ കിടക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചരിഞ്ഞ് കിടക്കാൻ സമ്മതിക്കാത്തത്. പിന്നെ നേരെ കിടത്താനായിട്ട് നമുക്ക് തലങ്ങണിയൊക്കെ കിട്ടും, അതും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ന്യൂ ബോണിന് അണത്തുണി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മള് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഡൈപ്പർ ഒന്നും യൂസ് ചെയ്യാതെ ക്ലോത്തിന്റെ തന്നെ തുണി വെച്ച് കെട്ടി, മിക്ക വീടുകളിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. എല്ലാരും അവരവരുടെ എന്താ പറയുക ഒരു കംഫർട്ട്, അണത്തുണി ആകുമ്പോ കഴുകണം, പറക്കണം, അതൊക്കെ നോക്കിയിട്ട് പമ്പേഴ്സ് വെക്കുന്നവരും ഉണ്ട്. പക്ഷെ അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം പിള്ളേർക്ക് റാഷ് ഒക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ന്യൂബോൺ ആയിരുന്ന സമയത്ത്
പെട്ടെന്ന് വരും റാഷസ് ഒക്കെ. ഏഞ്ചലിന് വന്നിട്ടുണ്ട്. ഏഞ്ചലിന് അങ്ങനെ വന്നിട്ടില്ല. കാരണം ഏഞ്ചലിന് ന്യൂബോൺ സമയത്ത് ഒരിട്ടം വന്നായിരുന്നു കേട്ടോ. അത് അവള് പാമ്പേഴ്സിന്റെ ആയിരുന്നു അന്നേരം യൂസ് ചെയ്തത്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതായിരുന്നു. അതിട്ടപ്പോ ഏഞ്ചലിന് വന്നായിരുന്നു. പിന്നെ ഞങ്ങള് പാമ്പേഴ്സ് മാറ്റി വന്നിട്ടേ ഇല്ല. പിന്നെ റാഷ് ക്രീം നല്ലത് ഞങ്ങൾ യൂസ് ചെയ്തത് ഹിമാലയയുടെ ആണ്. നല്ല നല്ല റാഷ് ക്രീം ആയിരുന്നു കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി തൊട്ട് പറയാം, ഈ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ക്രാഡിലും നെറ്റ് ബെഡ് ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. ക്രാഡിലൊക്കെ നല്ലതാണ്. ഈ തുണിയുടെ ക്രാഡിലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കൊച്ചുങ്ങൾക്ക് ഫ്ലാറ്റ് ഹെഡ് വരാതിരിക്കാൻ തുണിയുടെ ക്രാഡിലാണ് ഏറ്റവും നല്ലത്. പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്രാഡിലുണ്ടല്ലോ, നമ്മളിപ്പോ ജനലിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ആ ക്രാഡിലാണ്. അതാണ് കുറച്ചുകൂടി നല്ലത്, കാരണം ഫ്ലാറ്റ് ഹെഡ് വരത്തില്ല. പക്ഷെ ഞങ്ങൾ ഏഞ്ചലിന് ഉപയോഗിച്ചത് മറ്റേ ബെഡായിട്ട് വരുന്ന ടൈപ്പ് ക്രാഡിലായിരുന്നു. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം കുഞ്ഞായിരിക്കുമ്പോ ആ തുണിയുടെ ക്രാഡിൽ കുഴപ്പമില്ല. ഇത്തിരി കൂടെ വളർന്ന് ഈ ഒരു 9 month സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാനൊക്കെ തുടങ്ങുമ്പോ ഇതായിരിക്കും കംഫർട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഞങ്ങളുടെ ഇരിക്കുന്ന ക്രാഡിലിനെ സംബന്ധിച്ച് ഏഞ്ചൽ ഒന്ന് ചരിഞ്ഞാൽ പോലും അതും കൂടെ ചരിയുക ചെയ്യുന്നത്. അപ്പൊ ആൾക്ക് സ്വയം എഴുന്നേക്കാൻ പറ്റത്തില്ല. മറ്റേ ക്രാഡിൽ അങ്ങനെ ആയിരിക്കത്തില്ല, അവൾക്ക് സ്വയം എഴുന്നേറ്റിരിക്കാൻ പറ്റും. അപ്പം വന്ന് വീഴാനൊക്കെ സാധ്യത. അതിൽ തുണിയുടെ ക്രാഡിലാകുമ്പോ അവർ സ്വന്തമായിട്ട് ചരിയാൻ നോക്കുമ്പോ വേണേ അതോടെ ഒന്ന് കമ്മിങ്ങനെ വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ അതൊരു വീഡിയോ കണ്ടിട്ട് ഒരു കൊച്ചങ്ങനെ വീഴുന്നത്. ഇതില് അങ്ങനെ ഒരു അവക്ക് കമ്മന്ന് എഴുന്നേക്കാനേ പറ്റുന്നില്ല ഈ ക്രാഡിൽ അവർക്ക് ചരിയാൻ പോലും സത്യത്തിൽ പറ്റത്തില്ല. കാരണം ചരിയുമ്പോ അത് കൂടെ അങ്ങ് ചരിയുക. അപ്പം ആളങ്ങ് തൊട്ടില് തനിയെ കിടന്നാടുന്ന പോലെ. അപ്പൊ നമുക്ക് മനസ്സിലാവും ആളെ എഴുന്നേറ്റിട്ടുണ്ട്. തൊട്ടിലാടുമ്പോ നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് നല്ലതാണ്, അതും നല്ലതാണ്. പിന്നെ ഞങ്ങള് ക്രാഡിൽ മേടിച്ച സമയത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ ആ പിള്ളേരൊന്നും ഇതിനകത്ത് കിടക്കത്തില്ല, ഇത്രയൊക്കെ വയസ്സ് കൊടുത്ത് ക്രാഡിലൊക്കെ മേടിക്കുന്ന വെറുതെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് അവളുടെ 28-ന് മുന്നേ ക്രാഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ നന്നായിട്ട് തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മള് കൊച്ചു കടക്കുന്നില്ല എന്ന് വിചാരിച്ച് കടത്താതിരിക്കുമ്പോഴാണ് അത് അവിടെ അങ്ങനെ കൂട്ടിക്കെട്ടിരിക്കാൻ പോകുന്നത്. ഞങ്ങള് എന്ത് പറഞ്ഞാലും അവളെ കൊണ്ടുവന്ന് കടത്തോള് കരയാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കടത്തി അതിനകത്ത്. പക്ഷെ അവളങ്ങനെ കരയില്ലായിരുന്നു. ന്യൂബോണായിരുന്ന സമയത്ത് ക്രാഡിൽ ഞങ്ങൾ അവളെ കിടത്തി തന്നെ ശീലിപ്പിച്ചു. അവള് കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ കളിക്കാൻ തുടങ്ങിയ ശേഷവും പോയി ചില നേരം ക്രാഡിലുണ്ടാ പോയി കിടക്കാനൊക്കെ തോന്നുക. അന്നേരം വെറുതെ. കാരണം അവളുടെ തൊട്ടിലാണ് ഞങ്ങൾ അവളുടെ സോഫ്റ്റ് ടോയ്സ് എല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പം ആള് സോഫ്റ്റ് ടോയ്സ് ആയിട്ട് കളിക്കണമെന്ന് ആഗ്രഹം വരുമ്പോഴെല്ലാം തൊട്ടിൽ കടന്നിട്ട് കളിക്കാനാണ് ആൾക്ക് ഇഷ്ടം. അപ്പൊ തൊട്ടിൽ കടത്തിയിടുമ്പോ അവള് സ്വന്തമായിട്ടിരുന്ന് കളിച്ചു. ഞങ്ങൾ അവളുടെ കാലിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അവളുടെ ബെഡ് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ആളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 6 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അവള് ഉണർന്നാ പിന്നെ കാലുകൊണ്ട് അത് പൊക്കിയെടുത്ത് കളിക്കും. അപ്പം ഞങ്ങൾ താഴെ വന്ന് ഇരിക്കുവാണെങ്കിൽ ഇവള് പൊക്കി വെച്ച് കളിക്കുന്ന കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റും അവൾ അത് വെച്ച് കളിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അവൾ ഉണർന്നിട്ടുള്ള കാര്യമൊക്കെ. മിക്ക ദിവസവും എഴുന്നേക്കുമ്പോ അങ്ങനെ ആള് കരയത്തൊന്നുമില്ല. മൂഡ് മാത്രം മാറിയിരുന്നാൽ ചിലപ്പോ കരയും, അല്ലെങ്കിൽ അങ്ങനെ കരയത്തില്ല കേട്ടോ. ഇവളിങ്ങനെ ഇരുന്ന് കളിക്കുന്നേ കാണുന്നത്. നല്ല ചിരിയും ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരിക്കും ഉണർന്ന സമയത്ത്. അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെച്ചാണ് മനസ്സിലാക്കുന്ന ആളുണ്ടെന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ക്രാഡില് ഞങ്ങൾ പറയുന്ന ടൈപ്പ് ബെഡ് സെറ്റും കൂടെ വരുന്ന ക്രാഡിലാണെങ്കിൽ സിലിണ്ടർ തലങ്ങണയും കൂടെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് പൊടുതായിരിക്കുമ്പോ ഒരു ന്യൂബോൺ തൊട്ട് ഒരു എത്ര പറയണ്ട ഒരു 4 മാസം വരെയൊക്കെ എന്ന് പറഞ്ഞാൽ ആള് ചെറുതായിരിക്കും. പെട്ടെന്ന് ആള് ചരിയുമ്പോ ഒരു അറ്റത്തോട്ട് പോയി കിടക്കാൻ സാധ്യതയുണ്ട്. ഒരു അറ്റമായിട്ടങ്ങ് ആള് തരും. ഭയങ്കര ചെറുതായിരിക്കും. ഏഞ്ചല് ഭയങ്കര ചെറിയ സൈസാണ്. സിലിണ്ടർ തലങ്ങണയാകുമ്പോൾ ആൾ അങ്ങോട്ട് പോകാതെ അത് നോക്കും, അവിടെ തന്നെ ഇരിക്കും. ആള് അനങ്ങാൻ പറ്റത്തില്ല. ആൾക്ക് ആ ഒരു പൊസിഷനിൽ തന്നെ ആൾക്ക് കടക്കാനും പറ്റും. പിന്നെ കൂടെ ആരോ അടുത്തുണ്ടെന്ന് ഫീൽ കിട്ടും അവർക്ക്. ഞങ്ങൾ എപ്പോഴും ഏഞ്ചലിന് 4 സൈഡിലാണ് കേട്ടോ സിലിണ്ടർ തലങ്ങണി 2 സൈഡും വെച്ച് കൊടുക്കാറ്. കാലെടുത്ത് അതിന് പുറത്ത് തട്ടുന്നരുതേ. അപ്പൊ ആരോ അടുത്തുണ്ടെന്ന ഒരു ഫീലും അവർക്ക് കിട്ടും. അതിപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ട് കാലൊക്കെ പൊക്കി ബൊമ്മകളുടെ അവളുടെ സോഫ്റ്റ് ടോയ്സിന്റെ പുറത്തൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ടർക്കിയാണ്, പിള്ളേരെ പൊതിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മള് മാക്സിമം നല്ല കോട്ടന്റെ ടർക്കീസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. നല്ല ടർക്കി കിട്ടുമല്ലോ. അതായത് 0 to 3 month വരെ കുഞ്ഞിനെ മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ചിരിക്കണം. അതായത് മൊത്തം മൂടി കെട്ടിയിട്ട് അവരുടെ ശരീരം മുഖം മാത്രം കാണുന്ന രീതിയിൽ നമ്മൾ മൂടി കെട്ടി വെച്ചിരിക്കുന്നതാണ് നല്ലത്. അതുമല്ല കുഞ്ഞിന് അതായിരിക്കും കംഫർട്ടും. അവർക്ക്
നമ്മള് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിനെ ഒന്ന് ഈ ഒരു കുറച്ച് ശരീരമൊക്കെ വാമായിട്ടിരിക്കാൻ വേണ്ടിട്ട് നല്ലതായിരുന്നു. അതിന് നമ്മൾ ഡോക്ടേഴ്സും പറയും എപ്പോഴും മൂടി കെട്ടി തന്നെ കുഞ്ഞിനെ വെച്ചിരിക്കണമെന്ന്. അപ്പൊ അതിന് നല്ല ടർക്കീസ് ഒരു 6-7 ടർക്കീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ നേരത്തോട്ട് വാങ്ങിക്കുമ്പോൾ അത് അത്രയും വാങ്ങിച്ചു വെച്ചാൽ അത്രയും നല്ലത്. ഞങ്ങൾക്ക് ഇവിടെ ഏഞ്ചലിന് അത്യാവശ്യത്തിൽ അധികം ടർക്കീസ് ഉണ്ടായിരുന്നു. അത് മേടിക്കേണ്ടി വന്നില്ല ഒന്നും, കാരണം കാണാൻ വന്നവരൊക്കെ തന്നെ കുറെ ടർക്കി കിട്ടേ എല്ലാം ചെയ്ത്. നമ്മളാകെ ഒരു പോപ്പീസിന്റെ ഒരു ടർക്കി മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ആളുകളും വന്നപ്പോ കൊണ്ടുവന്നതാണ്. അവളെ കാണാൻ വന്നവര് കൊണ്ടുവന്ന. പിന്നെ ടർക്കി വാങ്ങിക്കുമ്പോൾ ഓരോ മന്ത് കണക്ക് നമ്മള് ടർക്കിയുടെ സൈസിലും മാറ്റം വരുത്തണം. കുട്ടി ടർക്കി ആ ഒരു ന്യൂബോൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആള് വലുതാവുന്ന കണക്ക് ടർക്കിയുടെ നമ്മൾ മാറ്റം വരുത്തണം. അതുകൊണ്ട് ടർക്കി ഉണ്ട്, സ്മോള്, ലാർജ്, എക്സൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടും. നല്ല ബ്രാൻഡിന്റെ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടർക്കി വേറെയും വീട്ടിൽ യൂസ് ചെയ്യുന്ന ടർക്കി വേറെ ആയിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ന്യൂബോൺ ആയിരിക്കുമ്പോഴുള്ള കാര്യമാണ്. കുറച്ചും കൂടെ ഒക്കെ വലുതായി ഒരു 3 മാസത്തിനൊക്കെ ശേഷം ഒന്നും ഇതിന്റെ ഒരു ആവശ്യമില്ല, ടർക്കിയുടെ ആവശ്യം വരുന്നില്ല. കുറച്ച് നമ്മളെ എവിടെയെങ്കിലും ഒക്കെ തണുപ്പുള്ളിടത്ത് പോകുമ്പോൾ മാത്രമേ ടർക്കിയുടെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഉച്ച സമയത്ത് പോവുകയാണെങ്കിലും ടർക്കി നന്നായി. പിന്നെ 6 മാസം കഴിയുമ്പോൾ പിന്നെ ടർക്കി വേണമെന്നേ ഇല്ല. ആളങ്ങ് നല്ലപോലെ ഇരുന്ന് കളിച്ചൊക്കെ തുടങ്ങുന്ന ടൈമൊക്കെ അല്ലേ. ഓക്കെ, ഇപ്പം വരെ നമ്മള് കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് കൊച്ചിന്റെ കുളിക്കലും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടാം. ഞങ്ങള് ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം മറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ട്. നമ്മള് കുളിപ്പിക്കുമ്പോ ആദ്യം എണ്ണ ഇട്ടത് തന്നെ തുടങ്ങാം. ഞങ്ങൾ ഏഞ്ചലിന് എണ്ണ യൂസ് ചെയ്തിട്ടുള്ളത് വെർജിൻ ഓയിലാ. വെർജിൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ വെർജിൻ ഓയില. അത് തന്നെയാണ് ഈ 9 month വരെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം കേട്ടിട്ടുള്ളത് വെർജിൻ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് പിള്ളേർക്ക് നല്ലത് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് വെർജിൻ. ഇപ്പൊ ബേബി മസാജ് ഓയിലൊക്കെ ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വെർജിൻ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ മണിക്കൂറോളൊക്കെ പണ്ടുള്ളവര് എണ്ണ തേച്ച് കടത്തിയിരിക്കുന്നൊക്കെ കാണാറുണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾ എന്നുവെച്ചാൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു എണ്ണ തേച്ച് വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഉടനെ കുളിപ്പിച്ചെടുക്കാം. ഒരു 10 കൂടി ഏഞ്ചലിനെ സംബന്ധിച്ച് ഏഞ്ചലിന് ആ ഒരു ടൈം ഉണ്ട്. ഒരു 8 to 10 ആ ഒരു മിനിറ്റിനുള്ളിൽ ഏഞ്ചലിനെ കുളിപ്പിച്ചിരിക്കണം എണ്ണ ഇട്ട് കഴിഞ്ഞാൽ. കാരണം ഞങ്ങളതൊരു ശീലിപ്പിച്ചുകൊണ്ട് ആൾക്ക് മണിക്കൂറോളം ഇട്ടിരിക്കുന്നതിനോട് താല്പര്യമില്ല. ആളെ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കുളിപ്പിച്ചിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങും. പിന്നെ ഉള്ളത് ഡ്രൈ ഷീറ്റ് അതായത് റബ്ബർ ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ, റബ്ബറിൻ്റെത് എണ്ണയിട്ട് കടത്തുന്നതിന് നല്ലതായിരിക്കും. ചിലർ പായൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പായില്ല, അതുകൊണ്ട് ഞങ്ങൾ ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. റബ്ബർ ഷീറ്റ് ഡ്രൈ ഷീറ്റ് ഇപ്പോഴും ഞങ്ങള് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ബെഡിലൊക്കെ ഇരുത്തുമ്പോ ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ട് അതിന് പുറത്താണ്. ബെഡ് ഇടുന്ന ഡ്രൈ ഷീറ്റ് വേറെ, ഈ എണ്ണ തേച്ച് കിടക്കുന്ന ഡ്രൈ ഷീറ്റ് വേറെ. രണ്ടും ഡ്രൈ ഷീറ്റ് ആണ്. ബെഡ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ക്ലോത്ത് ടൈപ്പ് ഡ്രൈ ഷീറ്റ്, ഒരു സൈഡ് ക്ലോത്ത് ആയിരിക്കും. മറ്റേത് ഫുള്ളി റബ്ബർ ആയിരിക്കും. അത് 2 യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരെണ്ണം കഴുകിയിടുമ്പോൾ അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ. അത് മാത്രമല്ല നമ്മള് ആളെ കുളിപ്പിച്ച് കഴിയുമ്പോഴും ഡ്രൈ ഷീറ്റ് കിടത്തി ഇട്ടിട്ട് തന്നെ ബാലൻസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അതായത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും നമുക്ക് കംഫർട്ട്. സോറി, ഞാൻ ഡ്രസ്സല്ല ലോഷനും കാര്യമൊക്കെ ഇടുന്നവരായിട്ടോ ഞങ്ങൾ ഏഞ്ചലിന് ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവള് കുഞ്ഞായിരുന്ന സമയത്ത് കിടക്കുന്ന സമയത്തൊക്കെ ഞങ്ങള് ഡ്രൈ ഷീറ്റിൽ തന്നെയാണ് കിടത്തിയിട്ട്. കാരണം നമുക്ക് പൊടി കുഞ്ഞാകുമ്പോ നമുക്ക് കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആളെ കിടത്തിയിട്ടിട്ട് മൊത്തത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വേറൊരു ഡ്രൈ ഷീറ്റ് എടുത്ത് നമ്മള് ആളെ കിടത്തി അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ബാലൻസ് ലോഷനും ഫേസ് ഇടുന്ന ക്രീമെല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മള് ലോഷനും ക്രീമും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 5.5 pH വാല്യൂ ഉള്ളത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഞങ്ങൾ ലോഷന് ഫേസ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സെബാമെത്തിന്റെ ആട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ബേബിക്ക് ഞങ്ങൾ പറയുന്നില്ല സെബാമെത്തിന്റെ തന്നെ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യണമെന്നും. പക്ഷെ നിങ്ങൾ ബേബിക്ക് വേണ്ടി പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ pH 5.5 ഉള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. കാരണം ആളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ സെൻസിറ്റീവ്. പിള്ളേരുടെ സ്കിൻ എപ്പോഴും ഒരു സെൻസിറ്റീവ് സ്കിൻ ആയിരുന്നു. 5.5 നമ്മളെക്കാളും pH കൂടുതലാണ് അവരുടെ സ്കിന്നിൽ. അതാ അവീനോ അങ്ങനത്തെ 5.5 വരുന്ന ബ്രാൻഡ് വേറെയും ഉണ്ട്. നമ്മള് നോക്കിയതിൽ വെച്ച് നല്ല ബ്രാൻഡായിട്ട് തോന്നിയത് സെബാമത്ത് യൂസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണ്. ഞങ്ങളിപ്പം ഏഞ്ചൽ ഏകദേശം 3 മാസം
ആയ സമയത്താണ് ഞങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ ഞങ്ങള് ബോഡി ലോഷനോ അങ്ങനെ ഇടാൻ പൗഡർ തീരെ ഇട്ട് കൊടുക്കുന്നില്ല. പൗഡർ ഇട്ട് കൊടുക്കത്തില്ല. കാരണം പക്ഷെ ചെറിയ ചെറിയ ചൂടൂര് പോലെയൊക്കെ വരുമ്പോ ഇട്ട് കൊടുക്കും. അല്ലാതെ വേറെ പിന്നെ കരി വരയ്ക്കുമ്പോഴും ഇട്ട് കൊടുക്കും. അങ്ങനെ പറയാൻ മാത്രം കരിയൊന്നും വരയ്ക്കാറില്ല. വരയ്ക്കാറില്ല. അമ്മയാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ആഗ്രഹം പോയി വരയ്ക്കാറൊക്കെ. ഞങ്ങൾ അങ്ങനെ വരച്ചെടുക്കാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ടർക്കിയൊക്കെ ടർക്കി നമ്മൾ പറയുന്നത് ബാത്ത് ടവല് ഉള്ളത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ബാത്ത് ടവൽസ് കിട്ടും, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ടവലും അവർക്ക് ഉപയോഗിക്കേണ്ട ടവലും രണ്ടാണ്. പിന്നെ ബേബീസിനുള്ളത് സാധനങ്ങളെല്ലാം പ്രത്യേകം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളും ബേബീസിനായിട്ടുള്ള സാധനങ്ങൾ അവരുടെ സാധനങ്ങളൊക്കെ പ്രത്യേകം തന്നെ വെച്ചിരിക്കുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും നല്ലത്. അവരുടെ സാധനം നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം അവർക്ക് യൂസ് ചെയ്യാതിരുന്ന നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ബാത്ത് ടവൽ പ്ലസ് വേറൊരു ടപ്പിന്റെ കാര്യം കൂടെ പറയാനുണ്ട്. അത് വന്നിട്ട് ആള് പാലൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ചുണ്ടും വായുടെ ഒരു മോണഭാഗവും കൂടെ നമ്മൾ തുടച്ചു കൊടുക്കണം. ജസ്റ്റ് കോട്ടൺ തുണി എടുത്ത് നനച്ചിട്ട് തുറച്ചു കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലുള്ള കർച്ചീഫ് പോലെ അത് ജസ്റ്റ് അതിനേക്കാൾ ഇത്തിരി എന്താ പറയണ്ട ഒരു പഞ്ഞി മോഡൽ വരുന്ന ടൈപ്പ്. അത് ഞങ്ങളൊരു വീഡിയോനകത്ത് കണ്ട കാര്യമാണ് കേട്ടോ. നമ്മള് കുഴിപ്പല് വരാതിരിക്കാനൊക്കെ നമ്മള് പാല് കുടിച്ചതിന് ശേഷം ചുണ്ടിനും ചുറ്റൊക്കെ പിന്നെ നല്ലോണൊക്കെ ഇതൊക്കെ ക്ലിയർ ആവാൻ വേണ്ടി മോണൊക്കെ നമ്മൾ കഴുകി കൊടുക്കുന്നത് നല്ല കാര്യമാണ് കുഞ്ഞായിരിക്കുമ്പോ. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതായിരിക്കും. കാരണം അതിന് പ്രത്യേകം ആ ഒരു കർച്ചീഫ് ഉണ്ടെങ്കിൽ ആളുടെ ഈ ഒരു 9 month വരെയൊക്കെ നമുക്കത് ഓടിപ്പോകും. കാരണം പിന്നെ ആകുമ്പോൾ ആള് ഞോളയൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങും, തേൻ പഠിക്കാൻ തുടങ്ങും. അതിനൊക്കെ ആ കർച്ചീഫ് തന്നെ ഞങ്ങൾ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയാൻ മാത്രം അങ്ങനെ വന്നിട്ടില്ല. ഇച്ചിരി കൂടെ വളർന്നതിന് ശേഷമാണ് അത് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. പിന്നെ ജലദോഷം ഇതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അങ്ങനെ വരാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മേടിച്ചതൊരു മിനി ഫാനാണ് കേട്ടോ. അത് വെച്ചാൽ കുഞ്ഞു പിള്ളേരുടെ തല എപ്പോഴും വിയർക്കും. നമ്മള് തണുത്ത് വിറയ്ക്കുന്ന സമയത്ത് അവളവിടെ വിയർക്കും. അപ്പൊ നമുക്ക് തണുപ്പും അവർക്ക് ഇതൊരു ഫാൻ എന്തായാലും ഇടാതിരിക്കാനും പറ്റത്തില്ല. ഇത് ന്യൂബോൺ ആയിരിക്കുന്ന ടൈമിൽ ഉള്ള കാര്യമല്ല, കുറച്ചും കൂടെ കാര്യമുള്ള കാര്യമാണ്. കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന കാര്യമാണ് ബേബീസിന്റെ തലയൊക്കെ നന്നായിട്ട് വിയർക്കുന്നതൊക്കെ. അപ്പൊ ഏഞ്ചലിന്റെ തല എപ്പോഴും ഇങ്ങനെ വിയർക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തണുപ്പായിരിക്കും, ഞങ്ങൾക്ക് ഫാൻ വേണ്ടായിരിക്കും. പക്ഷെ ഏഞ്ചലിന് ഫാൻ വേണമായിരിക്കും. അന്ന് ഞങ്ങൾ ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങള് ഒരു കുട്ടി ഫാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫാനിന്റെ ഒക്കെ എല്ലാ ഞങ്ങൾ പറയുന്ന പ്രൊഡക്ട്സിന്റെ ഒക്കെ ഫോട്ടോ ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ രാത്രി ഒരു 10:30 ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ എടുക്കുമ്പോൾ. ഏഞ്ചലാണെന്ന് ഉറങ്ങുവാണ്. അപ്പം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കാണിച്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ആദ്യം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്, പക്ഷെ സിറ്റുവേഷൻ കാരണം ഏഞ്ചല് കുഞ്ഞായിരുന്നപ്പം യൂസ് ചെയ്ത മിക്ക സാധനങ്ങളും ഞങ്ങൾ കവറിലാക്കി സൺഷെയ്ഡിലൊക്കെ വെച്ചിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഇനി വലിച്ചിട്ട് എടുത്ത് വരുമ്പോഴത്തേനും നിറയെ ടൈം പോകും. അതുകൊണ്ട് ഞങ്ങള് ഫോട്ടോസ് മാത്രം ആഡ് ചെയ്യാന്ന് കരുതി കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ യൂസ് ചെയ്ത ഒരു സാധനമാണ് ഫോർമുല മിൽക്ക്. അത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൺവീനിയന്റ് ആണ്. കാരണം നമുക്ക് ഫീഡ് അനീഷിനെ സംബന്ധിച്ച് നമ്മള് സത്യം പറഞ്ഞാൽ ഈ 0 to 6 month വരെ ഫീഡിങ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് ഫീഡ് ചെയ്യുന്നല്ല, കൊച്ചു കരയുമ്പോൾ ഫീഡ് ചെയ്യുന്നല്ല, വേറെ വഴിയില്ല. അപ്പം ഫോർമുല മിൽക്ക് ആകുമ്പോൾ പൊടിയും കുറച്ച് ഒരു ടിന്നി കരുതി വെച്ചിട്ട് ഒരു ഫ്ലാസ്ക് ചൂടുവെള്ളം കൂടെ കരുതുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി കൊച്ചിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ചുമ്മാ ഫീഡ് ചെയ്യുന്നതിന് സ്ഥലം തിരക്കി നടക്കുക ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അതിന് പറ്റുന്ന നല്ലൊരു ബോട്ടിലാണ്. ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും ഏറ്റവും നല്ലത് സ്റ്റീലിന്റെ തന്നെ ആയിരിക്കും. കാരണം നമ്മള് ചില സമയത്ത് ധൃതിയിലൊക്കെ ചൂടോടെയൊക്കെ ഒഴിക്കേണ്ടൊക്കെ സാഹചര്യങ്ങൾ വരാറുണ്ട് ഫോർമുല മിൽക്ക് ആക്കുന്ന സമയത്ത്. അത് ആ ബോട്ടിൽ ഇരുന്ന് തന്നെ തണുത്തിട്ട് നമ്മളിപ്പോ വിചാരിക്കും ഇപ്പൊ പോയി 1 മണിക്കൂറിനുള്ളിൽ കൊടുത്താൽ മതിയല്ലോ, 1 മണിക്കൂറിനുള്ളിൽ കൊച്ചിന് കൊടുത്താൽ മതി, ചൂടോടെ കുടിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ബോട്ടിൽ ഫീഡ് ചെയ്യണമെന്നല്ല കേട്ടോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബോട്ടിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ ആയിരിക്കും കേട്ടോ ബെറ്റർ. അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഫോർമുല മിൽക്ക് കൊടുക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ ഏജന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല.
അവള് അത് കുടിക്കുന്നുണ്ടായിരുന്നു. കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചിന് മൂടൊന്നും ഇരിക്കും. അതെ. അതുമല്ല ആൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ അങ്ങനെ സംഭവം ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. ചിലർ പറയും ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ നിപ്പിൾ കൺഫ്യൂഷൻ വരും. പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു ഇതിന് കുഴപ്പമേ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. നമ്മൾ കൊടുക്കുന്ന രീതി കണക്കുമായിരിക്കും. ഇത് വേറൊരു കാര്യം. പിന്നെ പറയാനുള്ളത് ഗ്രൂമിങ് കിറ്റ് ആണ് കേട്ടോ. അത് നഖം ഉണ്ടല്ലോ പിള്ളേർക്ക്. ജനിച്ച സമയം തന്നെ എന്റെ കയ്യിൽ നല്ല നഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാരും പറഞ്ഞു കുഞ്ഞല്ലേ ഊതി കളഞ്ഞാ നഖം പോകും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറെ ഊതി നോക്കി, പക്ഷെ അവളുടെ നഖം പോയില്ല. ആൾക്ക് നല്ല കട്ടിയുള്ള നഖമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങള് ആമസോണിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ച്, അതായത് മറ്റേ നെയിൽ ട്രിമ്മർ. അത് നല്ലതാണ്, പോകുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് ടൈം ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ച് ടൈം വേണം അതിന്. നമ്മള് പിന്നെ ഞങ്ങള് നെയിൽ കട്ടർ വെച്ചാണ് ചെയ്യുന്നത്. സിഗറോട്ട് ഒരു 4 months വരെ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അത് വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിയുമ്പോ പിന്നെ ആള് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഏജ് ഇരുന്ന് തരുന്ന വെട്ടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും, കയ്യിൽ ഓരോ പിള്ളേരെ കണക്കിരിക്കും. അത് നല്ലതാണ്. പിന്നെയും ഉപയോഗിക്കാം. 5 വയസ്സ് വരെ ആ നെയിൽ കട്ടർ ഉപയോഗിക്കാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. അത് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പതുക്കെ അത് പോകത്തുള്ളൂ. പൊടി പോലെ അത് പോകും. അതിന്റെ ഒരു ടൈം എടുക്കും. പിന്നെ ഞങ്ങള് മേടിച്ച സാധനത്തിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ മേടിച്ചത് പോകുന്നുണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഗ്രൂമിംഗ് സെറ്റിൽ തന്നെ പെടുന്നതാണ് ആളുടെ ചീപ്പ് ആക്സസറീസ് ഒക്കെ. പിന്നെ തെർമോമീറ്റർ, ഇതൊക്കെ വീട്ടിൽ മേടിച്ചിട്ട് നല്ലതായിരിക്കും. നമ്മള് ഒരു തെർമോമീറ്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ ആൾക്ക് പനിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് എല്ലാം ഡൗട്ട് കാരണം ഹോസ്പിറ്റലിൽ എടുത്ത് ഓടണ്ടല്ലോ, നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന. അത് മാത്രമല്ല, തെർമോമീറ്റർ വാങ്ങിക്കുമ്പോൾ അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് തോന്നുന്നത്. നമ്മള് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് നല്ല തെർമോമീറ്റർ നോക്കി വാങ്ങിക്കാം. പിന്നെ ഞങ്ങളുടെ അടുത്ത് തെർമോമീറ്റർ മേടിക്കാൻ പറഞ്ഞ ഡോക്ടറിനാണ് കേട്ടോ. ഒരു വീട്ടിൽ തെർമോമീറ്റർ മേടിച്ച് വെച്ചേക്ക് 10 വയസ്സ് വരെ പിള്ളേർക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അവർക്ക് 45 ദിവസത്തെ ഇൻജക്ഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ പറഞ്ഞാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ബാത്ടബാണ്. നമ്മള് കുളിക്കുന്ന കാര്യത്തിന്റെ കൂടെ പറയേണ്ട ഒരു ഐറ്റം ആയിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. ബാത്ടബ് പല ബാത്ടബ് ഉണ്ട്, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുണ്ട്. പിന്നെ പണ്ട് മുതലേ അമ്മമാര് യൂസ് ചെയ്യുന്ന റൗണ്ട് ബേസൻ അതുകൊണ്ട് അങ്ങനെ പലതും ഉണ്ട്. നമ്മുടെ ഇഷ്ടമാണ്, ഏത് നമ്മുടെ കൺവീനിയന്റ്. പിന്നെ പറയാനുള്ളത് വൈപ്പേഴ്സ് ആണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടായിരുന്നു, കാരണം നമ്മൾ ന്യൂ ബോൺ ആയിട്ടുള്ള സമയത്താണ് വൈപ്പറൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം മോശം പോയി കഴിയുമ്പോ എപ്പോഴും കൊണ്ടുപോയി ആളെ കഴുകാൻ പറ്റത്തില്ല നമുക്ക്. ചുമ്മാ കഴുകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് 5-6 തവണയൊക്കെ ഡെയിലി മോഷനൊക്കെ പോകും. വൈപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കണം, നല്ല വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വൈപ്പേഴ്സ് നോക്കി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കെമിക്കലി ആയിട്ടുള്ള വൈപ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. ഫ്രീഗ്രാൻസ് ഒക്കെ ഒരുപാടുള്ളത് മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതാ. പിന്നെ ബ്രാൻഡ് എന്ന് പറഞ്ഞൊന്നും പറയുന്നില്ല കേട്ടോ. ഏത് ടൈപ്പ് ചൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നേ ഞങ്ങൾ പറയുന്നു. പിന്നെ വൈപ്പേഴ്സ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിയിട്ട് അത് യൂസ് ചെയ്താലും മതി, കുഴപ്പമില്ല. ചെറിയ ലൈറ്റ് ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി ഇട്ട് അതുകൊണ്ട് തുടച്ചാൽ അത് മതി. എന്തായിരുന്നാലും നല്ലതാണ്. പിന്നെ അടുത്ത സാധനം ചെയർ ആണ് കേട്ടോ. സോഫ ചെയർ എന്ന് പറയുന്നത് അത് 4 months തൊട്ട് യൂസ് ചെയ്യാം. 4 മാസം മുതലാണ് പിള്ളേരൊക്കെ ഒന്ന് ഇരുന്ന് തുടങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ഈ ചെയർ യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ കാല് അകത്തോട്ട് ഫുൾ കവർ കിട്ടുന്നതാണ്. ഇതാണ് കേട്ടോ. പിക്ക് ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതാണ് കേട്ടോ. അവർക്ക് അത്ര അത് നമ്മൾ ആമസോണിലോ വല്ല സെർച്ച് ചെയ്താലും മതി. ബേബി സോഫ ചെയർ എന്ന് പറഞ്ഞ് അടിക്കുമ്പോ തന്നെ കിട്ടും. അത് പല ആനിമൽസിന്റെ തീമിലൊക്കെ കിട്ടും. നമ്മളിവിടെ ഏഞ്ചലിന് ഒരു ആനിമൽ അല്ല, ഒരു പിങ്ക് കളർ അവിടെ പല വീഡിയോ 6 month ഫോട്ടോഷൂട്ട് ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അതില് കാണാൻ പറ്റും. അല്ലാതെ അതിന്റെ മാത്രം ഒരു വീഡിയോ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് എഞ്ചിലും പറയാൻ മാത്രം യൂസ് ചെയ്തിട്ടില്ല. കാരണം എഞ്ചില് കാല് തള്ളി ബാക്കിലോട്ട് പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടെ വേണം, ഒരാൾ അടുത്ത് വേണം. കാരണം നമ്മുടെ കൊച്ച് എങ്ങനത്തുള്ള ആളാണെന്ന് കണക്കിരിക്കും. അതായത് കുഴപ്പമില്ല, ആള് ഇരുത്തി അതേപോലെ ഇരിക്കുന്ന കുഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. ഏഞ്ചൽ ആണെങ്കിൽ അങ്ങനെയല്ല, ഇത്തിരി കുസൃതിയൊക്കെ കാണിക്കുന്നത്, തള്ളയൊക്കെ ചെയ്യുമ്പോൾ കാലിട്ടടിയും കാല് ബാക്കിലോട്ടിട്ട് കൈ സൈഡിൽ വെച്ച് ബാക്കിലോട്ട് നീങ്ങലും തല ഇങ്ങനെ കുതിച്ചോണ്ട് പോകില്ല, അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മള് ചെയറിലൊക്കെ ഇരുത്താൻ പറ്റും, നമ്മുടെ സാധാ ചെയറിന്റെ മണ്ടയിൽ വെച്ചിരുത്താം. പക്ഷെ അതുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പുറകിലോട്ട് പോകുമ്പോൾ ആ ചെയറും കൂടെ പുറകിലോട്ട് പോകും.
നമ്മൾ എപ്പോഴും അടുത്തുണ്ടായിരുന്ന അത് ഇതേ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നമൊന്നുമില്ല. പിള്ളേരുടെ നേച്ചർ കണക്ക് ഇരിക്കും. ഏഞ്ചല് കുറച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് 0 to 6 month വേണ്ടി വരുന്ന ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള യൂസ്ഫുൾ പിന്നെ ആയിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് അനുഭവങ്ങളും കൂടെ പറയാം കേട്ടോ. ഏഞ്ചല് ജനിച്ച സമയത്ത് തന്നെ ഇങ്ങനെ കുഞ്ഞുപിള്ളേരെ വയറുവേദന വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേപ്പ് വാട്ടർ ഒക്കെ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പണ്ട് അവരൊക്കെ യൂസ് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഡോക്ടറെ കാണിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നത് ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും യൂസ് ചെയ്ത് പിള്ളേർക്ക് അത് എഫക്റ്റ് കൂടിയതാണ്, അതിന് പകരം കോലിക്കേഡ് യൂസ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അത് ഞങ്ങൾ അവിടെ നിർത്തി. പിന്നെ കോലിക്കേഡാണ് കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പ്ലസ് അതിന്റെ കൂടെ തന്നെ ഉള്ള സാധനമാണ് കേട്ടോ ഓരോ മരുന്നും. അത് എന്താണെന്ന് പറഞ്ഞോളൂ, ഞാൻ അമ്മേനെ അങ്ങനെ ഏഞ്ചലിനൊന്നും കൊടുക്കാൻ സമ്മതിക്കാത്ത കൂട്ടത്തിലാണ് അന്ന്. പക്ഷെ ഏഞ്ചൽ ഭയങ്കരമായിട്ട് കിടന്ന് കരഞ്ഞപ്പം ഏഞ്ചലിന് കരച്ചിലിനെ സംബന്ധിച്ച് നമുക്ക് നെഞ്ച് പൊട്ടുന്ന ടൈപ്പ് കരച്ചിലാണ്. സഹിക്കാൻ പറ്റാത്ത. ഞങ്ങള് ആദ്യം ഞങ്ങള് താഴെ നിൽക്കുമ്പോ ആള് താഴെ ആയിരിക്കും നിൽക്കുന്നത്, ഏറ്റവും താഴത്തതില് ഇരുന്നായിരിക്കും കരയുന്നെങ്കിൽ ടെറസിൽ നിൽക്കുന്ന, അതായത് 2ാമത്തെ നില കഴിഞ്ഞ് ടെറസിൽ നിൽക്കുന്ന ആൾക്ക് വരെ ആ സൗണ്ട് കേൾക്കാൻ പറ്റും. അമ്മാതിരി കരച്ചിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി കരച്ചില്ല, നമുക്ക് പോലും സഹിക്കത്തില്ല, അയൽക്കാർക്ക് പോലും സഹിക്കത്തില്ല സത്യത്തെ. അമ്മാതിരി കരച്ചില്ല ഏഞ്ചല്. അപ്പം സമയത്ത് നമ്മളൊക്കെ കൊണ്ടുകൊണ്ട് ഓടും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വെറുതെ ആയിരുന്നു കേട്ടോ അന്നൊക്കെ പോയത്. ആ പിള്ളേരാകുമ്പോ കരയുമല്ലോ, നമുക്ക് പക്ഷെ ടെൻഷനാണ്. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൺമണിയാണ്, അപ്പം അതിൻ്റെതായ ഒരു ഇത് നമുക്ക് അവളുടെ അടുത്തുണ്ട്. അപ്പം ടെൻഷനാണ്. 2ാമത് വരുമ്പോ നമ്മള് അലേർട്ടായിട്ടിരിക്കാം, നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്. അതുപോലെ അവൾ ഒരു കരഞ്ഞൊരു ദിവസം അമ്മ പറഞ്ഞു ചിലപ്പോ വയറുവേദന എടുത്തിട്ടായിരിക്കും ഓരോ മരുന്ന് കൊടുക്കാം. കാരണം അമ്മാമ്മ അത് മേടിച്ചിട്ടുണ്ട് കുറെ നാളായി, ഞാൻ സമ്മതിക്കാത്തതാണ് കൊടുക്കാതെ വെച്ചെന്ന് തരുന്നത്. പക്ഷെ ആ സിറ്റുവേഷന് ശരി കൊടുത്തോന്ന് ഞാനങ്ങ് പറഞ്ഞു പോയി. കാരണം അമ്മാതിരി കരച്ചിൽ അവള് പറഞ്ഞ് കരയുന്നു. അങ്ങനെ അത് കൊടുത്തു കേട്ടോ. പിന്നീട് സംഭവിച്ചെന്ന് വെച്ചാൽ അവള് മോശം പോയ സമയത്ത് ബ്ലഡ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഞങ്ങള് കണ്ട ആ സ്പോട്ടിൽ ഞങ്ങള് എടുത്തിട്ട് പോയിട്ടോ ഹോസ്പിറ്റലിലോട്ട്. അത് ഒരു 11 മണി ആ ടൈമിലായിരുന്നു. അന്നേരം തന്നെ കൊണ്ടുപോയി. ഡോക്ടർ ചോദിച്ചിട്ട് ആദ്യമായിട്ടാണ് എത്രാമത്താണോ സംഭവം ഒരു വട്ടം വന്നോളൂ. അപ്പൊ തന്നെ ഞങ്ങൾ എടുത്തിട്ട് പോയി. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എത്ര മന്ത്, അന്നേരം 5 മാസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞ 5 മാസമാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് ബോട്ടിൽ ഫീഡും ചെയ്യുന്നുണ്ട്, ഞാൻ ബ്രസ്റ്റ് മിൽക്കും കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു നിങ്ങൾ ഇത് രണ്ടും കൂടാതെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, കൂടെ എടുത്ത് ചോദിച്ചു ഡോക്ടർ. ഇങ്ങനെ ഞാനും അമ്മയും കിടന്ന് ആലോചിക്കും എന്തോ കൊടുത്തു കാണും. അത് ഞങ്ങൾ ഇത് രണ്ടല്ലാതെ വേറെ ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഡോക്ടറും ഒന്നില്ലെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ കുഞ്ഞല്ലേ, അവരുടെ കുഴലുകളൊക്കെ ചെറുതല്ലേ, ഇപ്പം ഇങ്ങനെ മുക്കുമ്പോ മോശം പോകാണ്ട് മുക്കുമ്പോ എല്ലാം ബ്ലഡ് വന്നായിരിക്കും, ഇതിന്റെ വലിയ കാര്യം എന്നുള്ളതായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ മെഡിസിൻ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനൊരു സാധനം കൊടുത്തതായിട്ട്. അപ്പൊ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു അങ്ങനത്തെ ഒരു സാധനങ്ങളും മെഡിസിൻ യൂസ് ചെയ്യണ്ട, അതുകൊണ്ടാണ് ഇത് വന്നത്, ആകെ പാല് മാത്രം കുടിക്കുന്ന കുട്ടിയിൽ ഇങ്ങനെ ഒന്നും യൂസ് ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിങ്കൊക്കെ അടങ്ങിയ കുറച്ച് സിറപ്പൊക്കെ ആക്കി എഴുതി തരുവായിരുന്നു. സിങ്കും പിന്നെ B1 വിറ്റാമിൻ B3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഒരു പൊടി പോലത്തെ ചൂടുള്ള ഒഴിച്ച് കൊടുക്കുന്നത് അതൊക്കെ. പക്ഷെ അന്നൊക്കെ ഏഞ്ചൽ ഒരു 5-6 എണ്ണം ഡെയിലി മോഷൻ പോകുമായിരുന്നു. ആ ദിവസം വന്ന ഫുള്ള് മോഷനിലും ബ്ലഡിന്റെ അംശം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ഇല്ലായിരുന്നു. മരുന്ന് കൊടുത്ത് തുടങ്ങിയ പിന്നെ ഇല്ലായിരുന്നു. നമ്മള് ഇങ്ങനത്തുള്ള നാട്ടുവൈദ്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് കൂടിയതാണ്. പണ്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചിന് 2 മാസം 3 മാസം ആകുമ്പോഴേ ചോറ് കൊടുക്കാനൊക്കെ തുടങ്ങും. ഇപ്പൊ അങ്ങനെയല്ല, നമ്മളൊക്കെ 6 മാസം ആകുമ്പോഴേ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങത്തുള്ളൂ. അവരൊക്കെ ആ സമയത്ത് അതൊക്കെ യൂസ് ചെയ്തെങ്കിലും പിള്ളേർക്ക് പിന്നീടാണ് അതിന്റെ എഫക്റ്റ് വരാൻ തുടങ്ങുന്നത്. ഞങ്ങൾ അതിനൊന്നും കുറ്റം പറയുന്നതല്ല. ഓരോരുത്തർ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് ചേഞ്ച് ആയതിന്റെ മാറ്റിട്ട് ഇതിനകത്തൊക്കെ കാണാം, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. നമുക്ക് ഇതിനോടൊന്നും യൂസ് ചെയ്യുന്നതിനോടൊന്നും താല്പര്യമൊന്നുമില്ല, അവിടെ യൂസ് ചെയ്തിട്ടുമില്ല. യൂസ് ചെയ്തപ്പോ ഒരു പണിയും കിട്ടി, അതോടെ നിർത്തുകയും ചെയ്തു. അങ്ങനെ നിർത്തിയതാണ് ഗ്രേപ്പ് വാട്ടറും ഈ 2 സാധനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 2 സാധനങ്ങളൊക്കെ നിർത്തുകയും ചെയ്തു. കുറെ നാളൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്തതാണ് കോലിക്കേഡ്. വയറ്റിൽ പിള്ളേർക്ക് എന്തെല്ലാം അസ്വസ്ഥത കൊടുക്കാൻ പറ്റിയ സാധനമാണ് കോലിക്കേഡ്. ഇടയ്ക്കിടയ്ക്ക് എഞ്ചിന് വയറുവേദന എടുത്തതിനും കളയുമ്പോൾ ഞാൻ ഇതൊരു തുള്ളി കൊടുക്കും. പക്ഷെ അത് കുടിച്ചിടുന്ന എഞ്ചിനും ഒക്കെ ആവും. പക്ഷെ കോളിക്കേഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഡോക്ടറിന്റെ ഇതോടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ന്യൂ ബോണിന് കോളിക്കേഡ് അത്ര ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ ഏഞ്ചലിന് 2-3 മാസമായ സമയത്താണ് ഞങ്ങൾ കോലിക്കേഡ് കൊടുക്കുന്നത്.
ന്യൂ ബോൺ ആകുമ്പോൾ അത് പിള്ളേർ പിന്നെ ഗ്യാസിന്റെ അസുഖം ഉണ്ടാവുന്നത് സ്വാഭാവികം. അപ്പൊ നമ്മൾ കമത്തിയിട്ട് തട്ടി കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെ കൈക്കകത്ത് കമത്തി ഇടുക, ഇതൊക്കെ ചെയ്താൽ മതി. അത് അങ്ങനത്തെ എക്സസൈസിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ പിന്നെ ആകുമ്പോൾ പൊളിക്കേട് കൊടുക്കുന്നത് നല്ലതായിട്ട് വരും. അതും എമർജൻസി സിറ്റുവേഷനിൽ മാത്രം. കരഞ്ഞു എന്ന് പറഞ്ഞ എടുത്തൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഡോക്ടേഴ്സ് ആണെങ്കിലും കൊളിക്കേട് കൊടുക്കുമ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ കൊടുക്കാവൂ എന്ന് നമ്മുടെ അടുത്ത് എടുത്തു പറയാറുള്ള കാര്യമാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു ഇഞ്ചിയുടെ അങ്ങനത്തെ എന്തൊക്കെയോ മണമാണ്. ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ പിള്ളേര്, 6 months വരെ ഫുഡ് കഴിക്കത്തില്ലല്ലോ. അപ്പം ഇത് ഫുഡുമായിട്ട് എന്തെങ്കിലും റിലേഷൻ കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇനി കുറച്ച് ടോണിക്സിന്റെ കാര്യം പറയാട്ടോ. വിറ്റമിൻ D3 ഡ്രോപ്സ്, അത് 1 വയസ്സ് വരെ മസ്റ്റായിട്ടും കൊടുക്കേണ്ട സാധനമാണ് കേട്ടോ. ഇതിപ്പം എല്ലാരും ഇതിനൊക്കെ പുച്ഛിച്ച് തള്ളുന്നൊക്കെ ഉണ്ട്. ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വേണേ കഴിച്ചാൽ മതി എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്തിനത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല. ഒരിടയ്ക്ക് കൊടുക്കുമായിരുന്നു, പിന്നെ നിർത്തും, വീണ്ടും കൊടുക്കും, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. കുഞ്ഞിന് മഞ്ഞയൊക്കെ ഉള്ളവര് കാണുമായിരുന്നു, ജനിച്ചപ്പോഴേ മഞ്ഞ ഉള്ളവരുണ്ടെങ്കിൽ അത് നല്ലതാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. മെയിനായിട്ട് ഇത് കൊടുക്കണമെന്ന് പറയുന്നത് കാലിന് വളവൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളവ് തന്നെ നടന്നു തുടങ്ങുമ്പോൾ വളവ്. പിന്നെ മഞ്ഞ ജനിച്ച സമയത്ത് മഞ്ഞയൊക്കെ വന്നിട്ടുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് പിന്നെ ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് കൊടുക്കാൻ തുടങ്ങിയത്. അതില്ല, ഡോക്ടർ പറഞ്ഞതിന്റെ ഇതില് കുറച്ച് നാള് കൊടുത്തു, പിന്നെ നിർത്തി, അങ്ങനെയൊക്കെ പോകും. അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ പറഞ്ഞല്ലോ കോലിക്കേട്. പിന്നെ ഉള്ളത് പാരസെറ്റമോളാണ് കേട്ടോ. കാരണം നമ്മൾ 45-നും 1.5 മാസത്തിനും 2.5 മാസത്തിനൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ടല്ലോ. അപ്പോഴൊക്കെ പാരസെറ്റമോൾ കൊടുക്കുന്നത് നല്ലതാണ്. അതൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരെന്നെ പറയും ഇത്രത്തോളൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ വെച്ചിട്ട് കൊടുത്താൽ മതി. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. പിന്നെ കഫ് സിറപ്പ്, കാരണം കഫമൊക്കെ വരുവാണെങ്കിൽ അത് ഒരുപാട് ആവില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. കൊച്ചിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് കഫമെങ്കിൽ കഫ് സിറപ്പൊക്കെ കൊടുക്കാൻ നന്നായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നെസൽ ഡ്രോപ്സ് ആണ്. കുഞ്ഞിന് മൂക്കിന് മൂക്കൊലിപ്പുണ്ടെങ്കിൽ അടപ്പോ കാര്യമൊക്കെ വരുമ്പോ നെസൽ ഡ്രോപ്സ് കൊടുക്കാം. വീട്ടിൽ കരുതുന്നത് നല്ലതായിരിക്കും. അത് എഫക്ട് കുറഞ്ഞ സാധനമാണ്. നമ്മൾ കൊടുത്തോന്ന് കൊച്ചിന് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാൻ പറ്റില്ല. എടുക്കാന്ന് വെച്ചാൽ മൂക്കി ഒഴിക്കാന്ന് വെച്ച് ഞങ്ങൾ ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചിട്ടുള്ള സാധനം. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് ഉപ്പിന്റെ അംശമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമുക്കും യൂസ്ഫുൾ ആണ്, നമുക്കും യൂസ് ചെയ്യാം. പിന്നെ ന്യൂ ബോൺ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, പിള്ളേരുടെ ഡ്രസ്സ് ബൈ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് പിള്ളേർക്ക് ഇട്ട് കൊടുക്കാമെന്ന് ശ്രദ്ധിക്കാം. അത് ഡെറ്റോൾ വാഷ് ഒന്നും അല്ല, നോർമൽ വാഷ്. നമ്മൾ ആദ്യം ഡെറ്റോൾ വാഷ് ആയിരുന്നു ചെയ്തിട്ട് പോയത്. ഞങ്ങള് വാങ്ങിച്ച എല്ലാ ഐറ്റംസും ഡെറ്റോൾ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പെട്ടിയിലാക്കിയിട്ടൊക്കെയാണ് വലിയ പോയത്. ഡോക്ടറിന്റെ ഏത് ചീത്ത വിളിയും കേൾക്കേണ്ടി വന്നു. ചീത്ത വിളിയിലല്ല, എഞ്ചലിനെ പ്രസവിച്ച് ഞാൻ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ടർക്കി വെച്ച് എഞ്ചിൽ നല്ല പൊതിന് ഉറക്കിയിരിക്കാണ്. അപ്പൊ ഡോക്ടർ ചോദിച്ചിട്ടൊക്കെ കഴുകിയിട്ടാണോ കൊണ്ടുവന്നത്. അപ്പോഴാണ് ഞാൻ ഡെറ്റോളൊക്കെ ഇട്ടാ കഴുകിയിട്ടാ കൊണ്ടുവന്നത്. അപ്പൊ ഡോക്ടർ എന്തിനാ ഡെറ്റോൾ ഇടാൻ പോയത്, അങ്ങനത്തെ സംഭവമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങള് കൊച്ചുങ്ങളെ ടോയ്സിനും കൂടി കുറച്ച് പറയാന്ന് വിചാരിച്ചിട്ടോ. 0 to 6 months ആകുമ്പോൾ നമ്മൾ റാറ്റിൽസ് ഒക്കെ മേടിച്ചിടുന്നത് നല്ലതായിരിക്കും. പിള്ളേർക്ക് കിലുക്കി കാണിക്കാനൊക്കെ ഉള്ളതൊക്കെ നല്ലതായിരിക്കും, നല്ല സാധനമാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ പ്ലേജിം എന്ന് പറഞ്ഞൊരെണ്ണം വാങ്ങിക്കാൻ കിട്ടും. അതും കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം നല്ലപോലെ ആക്റ്റീവ് ആവാൻ പറ്റും. അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുന്നു അത്രത്തോളം കുഞ്ഞുങ്ങൾ ഉറങ്ങും. അപ്പം ഇതിലൊക്കെ കളിച്ച ആള് നല്ലപോലെ ക്ഷീണിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഉറക്കം ആൾക്ക് കിട്ടും. അപ്പം ഈ പ്ലേ ജിമ്മ് 0 to 6 months മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇരുന്നിട്ട് ആൾക്ക് കൊട്ടി കളിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എഞ്ചിന് വാവ എഴുന്നേക്കുന്നത്. പിന്നെ പിള്ളേര് വായിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ തുടങ്ങുമല്ലോ ഈ സമയത്തൊക്കെ. അപ്പൊ നമുക്ക് ടീച്ചറൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഞങ്ങൾ എഞ്ചിന് ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം മേടിച്ച സാധനങ്ങളൊക്കെ ആണ് കേട്ടത്. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ എടുക്കണം. ഞങ്ങൾ എടുക്കുന്ന ഒരുപാട് ഇരിട്ടിട്ടാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ എല്ലാത്തിന്റെ പിക്ക് എന്തായാലും തന്നെ കാണിച്ചു തരാം. പക്ഷെ ഇതൊക്കെ യൂസ് നല്ലതായിരിക്കും. പ്ലേജിം ഒക്കെ വളരെ നല്ലതാണ്. ഞങ്ങളൊരു 3 മാസമൊക്കെ കഴിഞ്ഞ സമയത്താണ് നല്ലോണൊക്കെ പിടിച്ച് വലിച്ചൊക്കെ കളിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരമൊക്കെ. എനിക്കത് 2 മാസത്തിൽ തന്നെ കൈയൊക്കെ നീട്ടി തുടങ്ങിയായിരുന്നു സാധനങ്ങളൊക്കെ കാണുമ്പോൾ. 3 മാസം തൊട്ടാണ് പിടിച്ചു വലിയൊക്കെ തുടങ്ങിയതായിരുന്നു. ഏഞ്ചലിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഓരോ പിള്ളേർക്കും ഓരോരോ രീതിയിലായിരിക്കും
ചിലര് നേരത്തെ എല്ലാം ചെയ്യും, ചിലർ കുറച്ച് ലേറ്റ് ആവും, എല്ലാം നോർമൽ തന്നെയാണ്. പിന്നെ ഏഞ്ചലിന് ഇതുവരെ പല്ലൊന്നും വന്നിട്ടില്ല, എന്താന്ന് അറിയത്തില്ല. ചില പിള്ളേർക്കൊക്കെ 5 മാസം മുതലേ പല്ലൊക്കെ വരുന്നതാണ്. ഏഞ്ചലിന് 9 മാസമായിട്ട് പല്ലൊന്നും വന്നില്ല. ചിലർക്ക് 10-11 മാസമൊക്കെ എടുക്കും പല്ല് വരാനായിട്ട്. പ്രശ്നമൊന്നും ഇല്ല. ചിലരൊക്കെ ഈ അമ്മാമ്മമാരൊക്കെ പറയും പല്ലും ചൊല്ലൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നല്ലേ എന്നൊക്കെ പറയാം. കാരണം ഒന്നാമത്തെ കാര്യം അനീഷയ്ക്ക് അതാണ് കംഫർട്ട്. കാരണം ഇപ്പോഴേ ഏഞ്ചല് നല്ലപോലെ കടിക്കുന്നുണ്ട് അനീഷനെ. നിപ്പിളില് നല്ലപോലെ കടിക്കുന്നുണ്ട്. പല്ലും കൂടെ വന്ന അനീഷ നല്ലപോലെ ചോളണ്ടി വരും. അതുകൊണ്ട് പല്ല് പതുക്കെ വരുന്നതായിരിക്കും നല്ലത്. വരട്ടെ പതുക്കെ. എനിക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പല്ലിലൂടെ വന്നിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് 0 to 6 month ആണ്. ലെങ്ത് കൂടിപ്പോകുന്ന പോലെ തോന്നുന്നു. ഇനി അതുകൊണ്ട് ഞങ്ങള് 6 to 12 month നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യാം. അതിലിപ്പോ രാത്രിയാണ് സമയം, ഞാൻ ഉറക്കവും വരുന്നു. കുറെ നേരം ഇതൊന്നും ചെയ്യാനുള്ള ക്ഷമയും ഇല്ല, സമയവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിപ്പം ഇവിടെ വെച്ച് തന്നെ മൈൻഡപ്പ് ചെയ്യാന്ന് കരുതി. ഞങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞങ്ങൾ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യമാണ് കേട്ടോ. ഏഞ്ചലിപ്പോ 9 മാസമായിട്ടുണ്ട്. ഇപ്പൊ 6 മാസം വരെ ഞങ്ങൾ അവിടെ ആ ഒരു 6 മാസത്തെ ജേർണിയിൽ ഞങ്ങൾ യൂസ് ചെയ്ത സാധനങ്ങള്, ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ്, ഞങ്ങൾ അവർക്ക് വേണ്ടി ബൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.